കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായ നിലമ്പൂർ കരുളായി മേഖലകളിലെ ദുരിതബാധിത പ്രദേശങ്ങൾ ആര്യടൻ ഷൌക്കത്ത് MLA സന്ദർശിച്ചു. ചുഴലിക്കാറ്റിൽ കൃഷിയിടങ്ങളും വീടുകളും തകർന്നവർക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായവും നഷ്ടപരിഹാരവും ലഭ്യമാക്കുവാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA ഉറപ്പു നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൻമരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടും ആൾനാശമൊന്നും സംഭവിക്കാത്തത് വലിയ ഭാഗ്യമാണെന്ന് MLA കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 6-ാം തീയതി രാത്രിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുതേരി, പയ്യമ്പള്ളി, ഇയമ്പട ഭാഗങ്ങളിലും കരുളായി പഞ്ചായത്തിലെ ചെട്ടി, വരക്കുളം ഭാഗങ്ങളിലും മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത്. മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശവും കെട്ടിട നാശനഷ്ടങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിന്നൽ ചുഴലിയിൽ ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നതായി ഒപ്പമുണ്ടായിരുന്ന നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു അറിയിച്ചു. പൂർണ്ണമായി തകർന്ന വീടിന് 4 ലക്ഷം രൂപയും ഭാഗികമായി തകർന്ന വീടുകൾക്ക് നാശനഷ്ടത്തിന്റെ തോതനുസരിച്ച് 10,000 രൂപ മുതൽ 25,000 രൂപ വരെയും ധനസഹായം നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി. കൃഷിമേഖലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൃഷി വകുപ്പ് അധികൃതർ നേരിട്ടെത്തി പരിശോധിച്ചു വരികയാണ്. MLAയോടൊപ്പം നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, കൌൺസിലർ ശ്രീജ ചന്ദ്രൻ, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ്, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, നഗരസഭ AE എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.